ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള CPM സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിച്ചു. 20 മണ്ഡലങ്ങളിൽ 15 എണ്ണത്തിലും CPMന്റെ സ്ഥാനാർത്ഥികളാണ് ഇത്തവണ മത്സരരംഗത്തുള്ളത്. ഇടുക്കി ജില്ലയിൽ ജോയ്സ് ജോർജ് തന്നെയാണ് ഇത്തവണയും മത്സരഗോതയിലിറങ്ങുന്നത്. കേന്ദ്ര നേതൃത്വം ചർച്ച ചെയ്ത ശേഷം CPMന്റെ സ്ഥാനാർത്ഥി പട്ടിക ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. 2019 തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടി കണക്കിലെടുത്താണ് ശക്തരായ സ്ഥാനാർത്ഥികളെ തന്നെ കളത്തിലിറക്കി പോരാട്ടത്തിന് വീര്യം പകരാൻ CPM ഒരുങ്ങുന്നത്. ഒരു മന്ത്രിയും ഒരു പോളിറ്റ് ബ്യൂറോ അംഗവും 4 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും 3 ജില്ലാ സെക്രട്ടറിമാരും അടങ്ങുന്നതാണ് സ്ഥാനാർത്ഥി പട്ടിക. 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ 15 എണ്ണത്തിലാണ് CPM മത്സരിക്കുന്നത്. TM തോമസ് ഐസക്, KJ ഷൈൻ, ജോയ്സ് ജോർജ്, C രവീന്ദ്രനാഥ്, KK ശൈലജ ഉൾപ്പെടെയുള്ള ശക്തരായ സ്ഥാനാർത്ഥികളെ തന്നെ കളത്തിലിറക്കിയാണ് CPM പോരാട്ടത്തിന് വീര്യം പകരുന്നത്. പൊന്നാനിയിൽ മുൻ ലീഗ് നേതാവ് KS ഹംസ പൊതു സ്വതന്ത്രനായി മത്സരിക്കും. എറണാകുളത്ത് KSTA നേതാവ് KJ ഷൈൻ സ്ഥാനാർത്ഥിയാകും. മലപ്പുറം ജില്ലയിൽ സ്വതന്ത്രരെ ഇറക്കി നേട്ടമുണ്ടാക്കുകയെന്ന് മുമ്പ് വിജയിച്ച രീതിയാണ് ഇത്തവണയും പിന്തുടർന്നത്. വനിതാ സംവരണം പാലിക്കുന്നതിന്റെ ഭാഗമായാണ് KJ ഷൈനിന്റെ പേര് എറണാകുളം മണ്ഡലത്തിൽ നിർദ്ദേശിക്കപ്പെട്ടത്. വടകര മണ്ഡലം K മുരളീധരനിൽ നിന്ന് തിരിച്ചുപിടിക്കുകയാണ് ശൈലജയുടെ ദൗത്യം. പാലക്കാട് പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ മത്സരിക്കും. ആലത്തൂർ പിടിക്കാൻ മന്ത്രി K രാധാകൃഷ്ണനെയാണ് രംഗത്തിറക്കുന്നത്. കണ്ണൂരിൽ ജില്ലാ സെക്രട്ടറി MV ജയരാജനും മത്സരിക്കും. ന്യൂസ് ഡെസ്ക്, ഇടുക്കി വിഷൻ.